പക്ഷേ ഈ ജോലി കേട്ടപ്പം എനിക്ക് ആദ്യം കുറച്ച് സങ്കടം വന്നു. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇപ്പോൾ ഇവിടെ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും നാളും ഞങ്ങൾക്ക് വേനലായിരുന്നു. ഇപ്പോൾ ദേ വിൻ്റർ തുടങ്ങുവാണ്. ഇപ്പം ഇനി നമുക്ക് പുറത്തിറങ്ങാനും ഒക്കെ ഈ കാറ്റ് വരും. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ അമ്മച്ചി പറഞ്ഞ പോലെ കാറ്റാണ്. അപ്പോൾ ഈ കാറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തണുപ്പാണ്. എനിക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ന്യൂസിലാൻഡിൽ നിൽക്കുമ്പം ബാക്കിയൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വിൻ്റർ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വരും. എനിക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാനോ ഒക്കെ എനിക്ക് മടിയാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി തൊട്ട് ഇതൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് കാലേ സോക്സ് ഇടണം, ഷൂസ് ഇടണം. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെരുപ്പിട്ടുകൊണ്ടങ്ങ് ഇറങ്ങിയാലും മതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ന്യൂസിലാൻഡിലെ ഈ സ്റ്റുഡൻറ്റ് പീരീഡിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്ട്രഗ്ലിങ്, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പം പ്രൗഡാണ്. അന്ന് ഓർക്കുമ്പം ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങൾ. ഇപ്പം തുണി വിരിക്കുക, അലക്കിയ തുണി. അപ്പോൾ ശരിക്കും അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. കാര്യം ഞാൻ ഈ ന്യൂസിലാൻഡിൽ സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ജോലി കിട്ടാനുള്ളൊരു പാടൊക്കെ ഭയങ്കരമാണ്. നമ്മൾ CV ആയിട്ട് ഇങ്ങനെ ഓരോ ഇതിൽ കൂടെ ഓരോ എന്നാ പറയണേ കടയിൽ കൂടെയും അങ്ങനെ പല പല സ്ഥലത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സമയമാണെന്ന്. എവിടെന്നെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും താമസിക്കണേ, പേയിങ് ഗസ്റ്റായിട്ട്. അപ്പോൾ അവിടെ കൊടുക്കാനുള്ള റെൻറ്റെങ്കിലും കൊടുക്കാനുള്ള പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പല കടയിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി നടന്ന് അങ്ങനെ ഞാൻ ഒത്തിരി നടന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ നമ്മൾ റെൻറ്റ് കൊടുക്കുകയാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ. ആ സമയത്ത് ഞാൻ ആരാണ്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട് അവിടെ ഒന്ന് പോയി രജിസ്റ്റർ ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഒരു ജോലി ചിലപ്പം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഏജൻസി പോയി രജിസ്റ്റർ ചെയ്തു. ഒരു ദിവസം അവിടെ നിന്നൊരു കോൾ വന്നു എന്നോട്. ഒരു വീട്ടിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അവർക്കെന്തോ സ്ട്രോക്കോ എന്തോ വന്ന് തളർന്നിരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് ഒരു ഹെൽപ്പ്, വീട്ടിനൊരു ഹെൽപ്പ് എന്തോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകാമെന്ന് ചോദിച്ചു. ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ ബുധൻ വെള്ളി, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, 3 ദിവസം 2 മണിക്കൂർ വെച്ച്. അപ്പം നമുക്ക് ആഴ്ചയിൽ 6 മണിക്കൂർ ജോലി. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയാ 5 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. എന്നാൽ അങ്ങോട്ടൊരു ബസ്സോ അങ്ങനത്തെ ഒരു സ്ഥലമല്ല. അപ്പോൾ അന്ന് 5 കിലോമീറ്റർ നടന്ന് ആ സ്ഥലത്ത് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 40 വയസ്സൊക്കെ ഉള്ള ഒരു പുള്ളിക്കാരിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താ പറയണേ, ഒരു സ്കൂട്ടറും കൊണ്ട് വീടിനകത്തേക്കൂടെ തന്നെ, വീടിനകത്ത് എല്ലാ മുറിയിലും ഒക്കെ പുള്ളിക്കാരിക്ക് നടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഇപ്പം അതിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവർക്ക് കട്ടിലേ ഇരിക്കണമെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. പക്ഷെ വീടിനകത്തേക്കൂടെ ഈ സ്കൂട്ടറിൽ ഇവർ നടക്കും. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പം അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ 3 ജോലിയാണ് അവർ പറഞ്ഞത്. ഒന്ന്, അവരുടെ വീട് നമ്മൾ വാക്യൂം ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ഒരു മുറിയായിരിക്കും പറയണേ. അപ്പോൾ ആ ഒരു മുറി വാക്യൂം ചെയ്ത് കൊടുക്കണം. പിന്നെ അവർ കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതവർക്ക് പീല് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. ഈ 2 ജോലി. പിന്നെ ഒരു ജോലിയും കൂടി ഉണ്ട്. ഒരു ജോലിയുണ്ട്, അതായിരുന്നു ഈ ജോലി. അതായത് അവരുടെ എന്താ പറയണേ, തുണി അവർ വാഷിംഗ് മെഷീനിൽ അലക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ തുണി നമ്മൾ കൊട്ടയിലെടുത്ത്, അവർക്കത് കൊട്ടയിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അവർ കൊട്ടയിലിട്ടിട്ട് നമ്മൾ എടുത്ത് പുറത്ത് കൊണ്ടേ വിരിക്കണം. അപ്പോൾ ഈ 3 ജോലിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ജോലി കേട്ടപ്പം എനിക്ക് ആദ്യം കുറച്ച് സങ്കടം വന്നു. എന്നാന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് ചെന്നിട്ട് നമ്മൾ വേറെ വീട്ടിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ വേറൊരു വീട്ടിൽ പോയൊരു ജോലി ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ആരെങ്കിലും ആഴ്ച ഒരു ദിവസമെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ആദ്യത്തെ ദിവസം ഇതുപോലെ കൊട്ടയിൽ തുണിയെടുത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടേ വിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം ചാടുമായിരുന്നു. അത് ഭയങ്കര ഒരു സങ്കടം വന്നു എനിക്ക് കേട്ടോ. അത് ഞാൻ ജോലിയിൽ കുറച്ച് പറഞ്ഞൊന്നും അല്ല കേട്ടോ, അത് അങ്ങനെയൊന്നും വിചാരിക്കരുത്. എൻ്റെ ഒരു സങ്കടം അതൊരു സങ്കടമായിരുന്നു. അപ്പോൾ വെച്ചാൽ നമ്മളത് ശീലിച്ചിട്ടില്ല. നമ്മൾ വേറെ വീട്ടിൽ പോയി ജോലി ചെയ്ത് ശീലിച്ചിട്ടില്ല. അങ്ങനെ അത് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പൊട്ടറ്റോയും ക്യാരറ്റും പീൽ ചെയ്ത് അതും കട്ട് ചെയ്ത് എടുത്തു വയ്ക്കണം.
പിന്നെ ചില ദിവസങ്ങളിൽ ഒരു റൂം ഒന്ന് വാക്വം ചെയ്ത് കൊടുക്കണം. ചില ദിവസം അവരുടെ ഹസ്ബൻഡ് തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ നമുക്കൊരു അരമണിക്കൂർ ജോലിയുള്ളൂ, പക്ഷെ 2 മണിക്കൂർ പേ കിട്ടും. പക്ഷെ നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മളോട് പറയും നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്ത് കഴിയും. അപ്പോൾ അവർ പറയാം പൊക്കോളാൻ പറയും. 2 മണിക്കൂറിൻ്റെ പൈസ പക്ഷെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നിട്ടാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ അന്ന് അതൊക്കെ എന്നാ പറയണേ, അതൊക്കെ ഒരു സ്ട്രഗ്ലിങ് പീരീഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിൽ പിന്നീട് മുന്നേറി വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര പ്രൗഡാവും. അന്നങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ പിള്ളേർക്കും ഒക്കെ വേണ്ടി നമ്മൾ പിന്നീട് അവരൊക്കെ സെറ്റിലാകുമ്പോൾ നമുക്കത് നമ്മൾ ഭയങ്കര പ്രൗഡാവും. അന്നൊന്നും ഒന്നിനും കൊള്ളാത്തവളെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഞാനങ്ങനെ സഹിച്ച് നിന്നുകൊണ്ടാണ് ഇന്ന് എനിക്കിവിടെ നിൽക്കാൻ പറ്റണേ. 17 വർഷമായി. ഒത്തിരി ജോലികൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പാർട്ട് ടൈമായിട്ട് സ്റ്റുഡൻറ്റ് വിസ എന്നപ്പോൾ. അതൊക്കെ വളരെ അതുപോലെ ഹോട്ടലിൽ സെർവ് ചെയ്യാനും അത് തുടയ്ക്കാനും ഒക്കെ നിന്നിട്ട് അങ്ങനെ. അപ്പോൾ അവർ ഓരോരുത്തർ വരുമ്പോൾ എടുത്തു കൊടുക്കും, നമ്മൾ കൊണ്ടുപോയി വയ്ക്കും, അപ്പോൾ തന്നെ തുടച്ച് മാറ്റും. ഇതൊക്കെ നമ്മളിവിടെ സാധാരണ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുമ്പോൾ ചെയ്യണ ജോലിയാണ്. ഇപ്പം അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ എത്ര വലിയ പ്രശ്നം വന്നാലും എനിക്കറിയാം ഇത് കഴിഞ്ഞു പോകും, ഇതങ്ങ് കഴിഞ്ഞു പോകും. പക്ഷേ ഇതിനപ്പുറത്തൊരു നല്ല സംഭവം നമുക്ക് കിടപ്പുണ്ട്, നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് വരാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു തുടക്കമാണ് ഇതെന്ന്. അപ്പോൾ ഇത് ഞാൻ ഓർത്തു, ഇങ്ങനെ തുണി വിരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു അതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഓക്കെ, ബൈ, താങ്ക് യു.